ഒരു കാര്യം പറഞ്ഞു എല്ലാവർക്കും ഓരോ ചിലപ്പോ നല്ല രസം ഉണ്ടാവും. ഞാൻ പണ്ട് മീശ ഇല്ലാതിരുന്ന സമയത്ത് എന്നെ കാണാൻ എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ തുപ്പിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്തതിന് മുടി ഇതൊക്കെ 72% ആൾക്കാർ കട്ട് ചെയ്യാനോ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എല്ലാരും പറ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ വായിന്ന് അറിയാതെ ഒരു സൈഡാണ് പോയാൽ കുഴപ്പമില്ല. മനസ്സിലായ വെട്ടണം അതാ ഞാൻ പറയും. പുറത്തുള്ള ഇവൻ പേര് പറഞ്ഞു മുട്ടയടിക്കുള്ളൂ. കളഞ്ഞില്ല. ഇവിടെ ഒരു ചെയ്തോ അത് ചെയ്തോ ഇല്ല 72%. അത് പോളാ നോക്കണ്ടത് പോളിടെ അറിഞ്ഞൂടാ. അതുകൊണ്ട് പോളാന്ന് നോക്കണ്ടത്. താഴെ വരുന്ന ചാനലല്ല. അതാ ഞാൻ പറയുന്നത്. കട്ട് ചെയ്യാറാവോ? അത് പറയാറില്ല. അങ്ങ് കട്ട് ചെയ്യാം. നല്ല രസമായിരിക്കും. ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ പറ്റൂല. ചിലപ്പോ ഇവന്റെ ഒരു സൈഡ് ആവുന്നുള്ളൂ. അപ്പൊ ഇവന്റെ ഒരു സൈഡ് സൈഡല്ല നടുക്ക്. നിനക്ക് സംസാരമില്ല. നിന്നെ ചവിട്ട് ഞാൻ ചവിട്ട്. നീ വെളിയിൽ പോകും. എന്തിന് ചക്കനെന്തിനു ഒരു മതയാനയാ. എന്തായാലും പഠിക്കണോ? ഒരു വിട്ടി ടൈം വേസ്റ്റ്. ടൈം വേസ്റ്റ്. നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ടൈം വേസ്റ്റ്. നോക്കട്ട് വളരെ കുറവാ. കട്ടാന്ന് കൂടുതൽ. നിനക്കാണ് നല്ല രസം ഉണ്ടാവൂടാ. സെറ്റായിരിക്കും. പിടിക്കണം. ഇന്ന് പോയി മീശയൊക്കെ എടാ നിനക്ക് അങ്ങനെ സമ്മതില്ലാണ്ട് ഞാൻ പറ്റില്ല. എടാ നീ സമ്മതിക്കും. കാരണം അത്രയും ആൾക്കാർ പറയുന്നത് പോള് എല്ലാവർക്കും വോട്ട് എല്ലാവർക്കും ഒരുപോലെ. സമ്മതിച്ചു. ഓന്റെ മുഖത്തുണ്ട്. സമ്മതിച്ച് നീ കൊറിയനാവും. കൊറിയനായിട്ടെങ്കിലും ഇതാക്ക് പൊക്കി പിടിക്കും. ഇതൊന്ന് പൊക്കി പിടിച്ചാ മൂക്ക് മുറിയല്ലേ? പൊക്കി പിടി. നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ പഠിച്ചോ. എന്താ രസം. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണായകേ. ചൈനീസ് മുഖൻ. ശരിയായ കൊറിയനായി. നോക്കട്ടെ കൈവാറ്റ് കാണിച്ചു കൊടുക്കടാ. കാണിച്ചു കൊടുക്കേ. നീ കൊറിയനാ നോക്കിട്ട് എടുത്ത പറയനായിട്ട് വന്നിട്ടുണ്ട്. പാവട കഷ്ടമുള്ള കേട്ടോ. പാവുണ്ട്. ചാറ്റ് വർട്ടാം. ഇതെന്തോ പേരുണ്ടോ പോലെ കാണിപ്പല്ലേ. ഇത് നല്ല ഇതൊരു സിഗ്നേച്ചർ ആവും നിന്റെ. ഇപ്പൊ ഉണ്ണിയപ്പം വെള്ളത്തിൽ വീണതുപോലെ താടിമാരുടെ ഗെയിം കളിച്ച് അത് താടി പോയി. തെറി ആരാ ഉണ്ണിയപ്പം വെള്ളത്തിൽ വീണതുപോലെ ഈ മീശ ഇങ്ങനെ വെച്ച് നടന്നാലും കുഴപ്പമില്ല. ഇന്ന് ഇവൻ തെറി ഇവന് ഞാൻ പൊട്ടടിക്കും. ഉറപ്പ്. മീശ പോയ ഇനിയും വളരെ പറയടാ. നീ റെഡി ആയിട്ടിരുന്നോ? ഷമീറിന്റെ പണിഷ്മെന്റ് എന്താണ്? ചാറ്റ് പറ. ഞാൻ ഒന്നും വിളിച്ചില്ല. ഞാൻ ഇവന് ഉണ്ണിയപ്പം ഉണ്ണിയപ്പോന്നാ നീ നെയ്യപ്പോന്നാ പിടി. പക്ഷെ നീ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ മോനെ അത്രയും ഉറപ്പാണ്.
ഞാൻ അത് വായിക്കൂലേ എനിക്കിനി മോട്ട എന്താ പറഞ്ഞ പറയോ പറയുന്ന പറഞ്ഞോ പറയുന്ന ഞാൻ പറഞ്ഞില്ല പറയുന്നേ പറഞ്ഞിട്ടുള്ളൂ അതായത് കൊറിയൻ ആവും നോക്കിട്ട് പറയനായി പണിഷ്മെന്റ് പറ എന്നാ എന്നെ അങ്ങ് കൊന്നേ എടുത്ത് തലക്കടിച്ച് കൊന്നേ അവസ്ഥ നോക്കിയടാ കഷ്ടപ്പെട്ട് ഇന്ന് മുടിയെല്ലാം ലുക്കാക്കി സെറ്റാക്കി വന്നിരുന്നു മൂഞ്ചി ഹെയർ കട്ടാ പറയുന്ന എല്ലാരും ഹെയർ കട്ടില്ല എന്തില്ല ആരില്ല കുത്തിക്കൊന്ന ഞാൻ ജീവിക്കണമെന്നതിൽ അർത്ഥമില്ല നീ നിനക്ക് വേണ്ട മുടി ആ പിന്നെ പിന്നെ മൊട്ട 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 എനക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ ചാറ്റ് പറഞ്ഞ പോളടാ എന്നാ നീ പറ നീ സംസാരിക്ക അടുത്തത് പറ വേറെ ഓപ്ഷൻ പറ എടാ ഹെയർ കട്ട് അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ പറ നീ അങ്ങോട്ട് സംസാരിക്കും വേറെ ഹെയർ കട്ട് ഒഴിച്ച് ബാക്കി എന്ത് വേണം നീയല്ലടാ പറയണത് ഇതിനോടൊന്ന് ഫോട്ടോ ഓർക്കാൻ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ലടാ അതാണ് പണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പൊ സ്പോട്ടിൽ കിട്ടും കൊരങ്ങനോട് സൗണ്ട് ഓർക്കാൻ പറഞ്ഞ കൊറേ സമയം മുട്ടയില്ല നീ അത് അവച്ച് ബാക്കി ലോറി അങ്ങോട്ട് മാറിയേക്ക് ഡബ്ല്യു സ്ട്രീം നട്ടാ ഏറ്റവും ലോ ആയിട്ട് തുടങ്ങിയ സ്ട്രീം ആയിരുന്നു ഡബ്ല്യു സ്ട്രീം ചാറ്റ് പറഞ്ഞാൽ ചെയ്യണം ഈ ചായത്തിൽ കാണുന്ന എത്ര ആളാ 32,000 ആക്കണേ ഞാൻ കുഞ്ഞേരാം മുട്ട അടിക്കാൻ പറയല്ല പ്ലീസ് അത് പറയല്ല എനിക്ക് ഇത് കഴിയും വരെ ഇതെന്റെ ഒരു നോമ്പാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്തോ അത് പുള്ളി കാണാം എങ്ങനെ ഉണ്ടാന്ന് കാണാനാ പ്ലീസ് 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 നമുക്ക് ആഗ്രഹം കാണാം ആഗ്രഹം മുടി കൊണ്ടടിക്കാൻ കട്ട് കട്ട് നോക്കട്ടെ പോള് എൽ സ്ക്രിപ്റ്റോ ആടാ മീശ വന്നിട്ടുണ്ടോ സ്ക്രിപ്റ്റ് ഡബ്ല്യു സ്ട്രീം ലെറ്റ്സ് ഗോ എവിടെ ചവിട്ടിയിട് ഷെമീറ ബാത്റൂമിൽ അതൊന്നും നടക്കൂല ഷെമീറ അതൊന്നും നടക്കൂല കാര്യം പറയില്ല ഡോറ് ചവിട്ടി പൊട്ടിച്ചിട്ടായാലും പുറത്തെടുത്തിരിക്കും എവിടെ ഞാൻ ഇവന്താ പറയുന്ന മുടിയല്ലേ പിന്നെയും വരും പാവം കഷ്ടപ്പെട്ട് ആറ്റ് നോറ്റ് മീശ വിരിച്ച് സെറ്റാക്കി വെച്ചതാ എന്താടാ ഒരു ഗുണ്ടയാണല്ലോ ഇവന് ഗുണ്ട ഉണ്ണിയപ്പം പോലെ ഇപ്പോ ഉണ്ണിയപ്പം പോലില്ലേ ശരത്തെ പകരം പൊട്ടണ ഷെമീർ നീ കൊറിയനാടാ കൊറിയൻ ഉണ്ണിയപ്പം ശരത്ത് ഞാക്കിയ ഷെമീറ ഇതൊന്ന് കാണു ഷെമീറ ഒരു സെക്കൻഡ് ഇങ്ങോട്ട് വാ ഷെമീറ അല്ല നിന്റെ മുടി മുറിക്കൂല നീങ്ങ പറയട്ടെ ഇല്ല ഷെമീറ മുറിക്കൂല ഷെമീറ ഇതൊന്ന് കാണ് ഇവിടെ ഒരു വേറൊരു കോമഡി
ഇല്ല പിടിച്ചു വെക്കൂല എടാ ഇല്ല മുടി മുറിക്കുന്നില്ല ഇത് എല്ലാരും പറഞ്ഞു നോ പ്ലീസ് ഡോണ്ട് കട്ട് ഷമീർ ആയിരുന്നല്ല പറയുന്നത് വാ അങ്ങനെ പറഞ്ഞു വാ ഷമീർ ഫുൾ സപ്പോർട്ട്. ഇല്ല ഇങ്ങോട്ട് വാ ഇനി നിങ്ങൾ ഡബ്ല്യു റോംബോ പറഞ്ഞാലൊന്നും എന്റെ ഇത് പോകില്ല. ഒന്ന് വാ ഷമീറ കവിള് പോലെ ആക്കണം. എടാ ഇതിനൊന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നേ എല്ലാണ്ടും അവന് വരൂല ഇനി വരൂല അവന് ആ ബാത്റൂമിന്റെ ഡോറ് ചവിട്ടി പൊട്ടിച്ചിട്ട് ആ ഡോറങ്ങ് ചവിട്ടി പൊട്ടി പിടിച്ചു കൊണ്ടോ ഷമീർ മൊട്ട എല്ലാരും ഷമീർ മൊട്ട പറയുന്നു. എടാ അങ്ങ് ചവിട്ടി പൊട്ടിച്ചോ ഷമീർ ഒരു 10 പേരുണ്ടോ 10 പേരുണ്ടും അതിനോട് തുറന്നില്ലെങ്കിൽ പൊട്ടിക്കോ ചവിട്ടി പൊട്ടിക്കോ 3 4 5 6 7 നിക്ക് ക്യാമറ അങ്ങോട്ടേക്ക് ഇരിക്കട്ടെ ഒറ്റ സെക്കൻഡ് 1 മിനിറ്റ് നിക്ക് അങ്ങനൊന്നല്ല എഡിറ്ററിന് ക്യാമറ ഇരിക്കാൻ പോലും അറിയില്ല. ആ ഷമീറ 10 ലീക്കായ ഓക്കെ 1 2 3 4 5 6 ഷമീറ പൊട്ടിക്കുക ക്യാമറ അങ്ങോട്ട് തിരിച്ചിട്ടുള്ള ശരിക്കും പൊട്ടിക്കും റാമ്പ് പൊട്ടിക്കാൻ പോവാ 7 8 9 10 നിക്കേ പൊട്ടിച്ചാ പൊട്ടിച്ച് പിടിച്ചു കൊണ്ടുവന്നോ ഇതെന്താക്കല്ലേ കൊണ്ടോ ഇല്ലടാ നിന്റെ ഇതൊന്നും നടക്കൂലടാ നിന്റെ ഒന്നും നടക്കൂല ഓ നൈസായിട്ട് കണ്ണുക്കി കാണിക്കുന്നത് വേണ്ടാന്ന് ഒരു പരിപാടി നടക്കൂല. പിടിച്ചോ ലീക്കായോ ഇല്ല അത് സീനില്ല ഞാൻ കണ്ടില്ല വലിയ ലീക്കല്ല. അതിന്റെ ഇടയ്ക്ക് എന്നെ നോക്കിട്ട് കാണിക്കാം നൈസായിട്ട് ഇവന്റെ മീശ പോയ സ്ഥിതിക്ക് ഷമീർ എന്തായാലും ഇവന്റെ മുഖം വിചാരിച്ചാ മതി നിന്റെ നീ എത്ര സുന്ദരനായിരുന്നു മുടിയുള്ള. നീ പറയണേനൊക്കെ നീ കരയുമോനെ ഷമീറേ. നീ പറഞ്ഞോ ഇപ്പം തീരും മൂലം ഷേവ് ചെയ്ത ദൈവം കൂടെ നൈസായിട്ട് വാതിൽ പൊട്ടിട്ടാ അതിന് കട്ടിലെ മീശ പോയ സ്ഥിതിക്ക് മുട്ട ആയിരിക്കുന്നില്ല. നമുക്കൊരു വാതിൽ ഷമീർ അമ്മോ ഇവരെ മുടി കുറിക്കാൻ മൊട്ട എടാ താലി നോ കൊടുക്ക് ഇവിടെ നോ കൊടുക്ക് എന്നെ ചെയ്യാൻ അല്ല അങ്ങനെ തെറ്റ് പറ്റുന്നുണ്ട്. എല്ലാവർക്കും ഷമീർ മൊട്ട ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നും വേണ്ട എല്ലാരും വോട്ടേഴ്സ് സഹായിക്കും ഇങ്ങനെ രക്ഷപ്പെടുത്തും ജയിപ്പിക്കുക എല്ലാവരും. $75 ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല. കൂടുതൽ ഏതാണ് അതേ ഉള്ളൂ. എല്ലാരും വോട്ട് ചെയ്യട്ടെ 40-60 ഒരു ഇതല്ല കുറച്ചുകൂടി വോട്ട് കൂട്ട്. അതാ ഞാൻ പറഞ്ഞത് 70 ആയാലും ഓക്കെ. ഞാൻ വിശ്വസിക്കുന്നുണ്ട് 3% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ടിപ്പർ ലോറിയും ഈ ചപ്പാത്തി പറയുന്ന കേൾക്കണം. ഇന്നത്തേക്ക് എല്ലാരും വോട്ട് 3% ആൾക്കാർ അന്ന ഒന്ന് രക്ഷിക്കണം പ്ലീസ്. 70 ആയിക്കഴിഞ്ഞാൽ ഷമീറിനെ മുട്ട അടിക്കുന്നതാണ്. കുഞ്ഞിനേരാ നിങ്ങൾക്ക് പ്ലീസ് അന്ന പ്ലീസ് അതുവരെ നമുക്ക് സൂപ്പർ ചാറ്റ് വായിക്കാം. അല്ല പുറത്താരോ വന്നിട്ടുണ്ട് ഇരിക്കട്ടെ നമുക്ക് അവരുമായിട്ട് സംസാരിച്ചൊരു പാട്ടും ഡാൻസും വേണ്ട ഇന്നത്തെ വിഷയം ഇതാണ്.
ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ഫോർ ഷമീർസ് മുട്ട സൂപ്പർ ചാറ്റ് നിനക്ക് എന്റെ മുട്ട അടിച്ചിട്ട് വേണ്ടല്ലേ സൂപ്പർ ആയിട്ട് വന്ന് 4 വിളിച്ചാ അബേൽ തീജോ താങ്ക് യു 200 rupees സൂപ്പർ ചാറ്റ്. ഫിറോസ് വിനു താങ്ക് യു 5 dirhams. എന്തായിരുന്നു 68 അല്ലാ 68 2% കൂടി എടാ പ്ലീസ് 2% കൂടി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷമീറിനെ മുട്ട അടിക്കും. നിങ്ങൾക്ക് ഇതിങ്ങനെ വെറുതെ ഒരു നിൽക്കുന്ന ഒരു സാധനം ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി, ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. എന്റെ ജീവിതമാണ് ഇത്. എനിക്ക് ആകെ മുടി ഇല്ലെങ്കിൽ എന്നെ കാണാൻ മൊച്ചരനെ പോലെ ഉണ്ടാവും. അതാണ് വേണ്ടത്. ഞാൻ എന്താണ് നീ പിന്നെ ഇങ്ങനെ തന്നെ അല്ലേ? ഡോണ്ട് റിപ്പീറ്റ് ദ പണിഷ്മെന്റ്. സോ മുട്ട വേണ്ട വേറെ എന്തെങ്കിലും അതാണ് പറയുന്നത്. ആ പറയുന്നത് കേക്കടാ. ഒരാൾ പൈസ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോ അങ്ങ് പക്ഷെ കൂടുതൽ ഡോണ്ട് റിപ്പീറ്റ് ഹെയർ കട്ട്. കാരണം എന്റെ ഓൾറെഡി ഹെയർ കട്ട് ചെയ്തു. ഒരു സംഭവമുണ്ട് ഒരാൾക്ക് ഒരു പണിഷ്മെന്റ് ഹെയർ കട്ട് അതൊരിക്കൽ കൊടുക്കാൻ പറ്റും. അതൊരിക്കൽ കൊടുക്കാൻ പറ്റും. ഒരാൾക്ക് ഒരു ടൈം ഒരു പണിഷ്മെന്റ് അതെനിക്ക് കിട്ടി. നോക്കിയാ അതെനിക്ക് കിട്ടി. എന്നൊരു പണിഷ്മെന്റ് ഇല്ല പ്ലീസ്. അങ്ങനത്തെ റൂള് നമ്മൾ മാറ്റി. ഇതിനു വേണ്ടതെല്ലാം മാറ്റി. ആ റൂള് മാറ്റി. അത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് നീ ഇപ്പൊ ഈ ചാറ്റ് വരുമ്പോ ഇങ്ങനെ ആകുന്നാടാ നാറി. ഒന്ന് പ്ലീസ് നീ എന്തൊക്കെ ചെയ്ത് മായ്ച്ചു കളയാൻ മറ്റേ ചെയ്യും. അവർ വരുന്നതിന് മുമ്പ് ആ തടിയും ബീപ്പക്കുറ്റി വരുന്നതിന് മുമ്പ് ഇത് എന്തൊക്കെ ഒന്ന് ചെയ്ത് മാറ്റിത്താ പ്ലീസ്. ആ കരടി വന്നാൽ ഒന്നും കൂടി 1% കൂടി മോനെ, അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ മുട്ട കാണാൻ 1% ആരെല്ലാന്നൊക്കെ അറിയില്ല. അഖിലേ അമലേ സുരേഷ് 1% കൂടി വോട്ട് ചെയ്താ ഷമീറിനെ മുട്ട അടിക്കും. 1% എനിക്ക് ആരെല്ലാം ഉള്ളതെന്ന് അറിയില്ല. മുട്ട വേണ്ട. ഇതാ ശശി 50 dirhams ബ്രോ. മുട്ട വേണ്ട. അതേടെ പൊന്നു കുട്ട ഫിനിഷർ ഗെയിമിൽ 40 മുട്ട അടിക്കടാ ബ്രോ. ഒരു ഭംഗി കാണില്ല. അടിക്കണം മോനെ. 1% ഒന്ന് ബായി വിട്ട് ഞാൻ ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ. കൺഫ്യൂഷൻ എന്ത് ചെയ്യണ്ട. ഈ 1%-ലുള്ള ആൾക്കാരെ ഞാൻ കൺവിൻസ് ചെയ്യട്ടെ. ഈ 1%-ലുള്ള ആൾക്കാരെ ഞാൻ കൺവിൻസ് ചെയ്യട്ടെ. ഇതിൽ ആരെല്ലാം ഉള്ളതെന്നൊക്കെ അറിയില്ല. അഖിലേ അമലേ സുരേഷ് സിനാന ശുക്കൂറ് എല്ലാവരും പ്ലീസ്. സുമതേച്ചി സൂര്യേച്ചി എല്ലാവരും കൂടി ഇത് യെസ് നിൽക്കരുത്, നോ പോയിട്ട് നിൽക്ക്. എന്നിട്ട് ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതാ പ്ലീസ്. ഒന്ന് കരകയറ്റി എന്നൊരു കാര്യം ചെയ്യാം. എന്റെ സാമാനം അങ്ങ് മുറിച്ചു കളയാം. വേറെന്താ ചെയ്യണ്ടേ? എന്തെല്ലാം ഡാർക്കായി പറയുന്നത് പുറത്തിറങ്ങിയാലും ഇല്ലെങ്കിൽ ഈ വീഡിയോ ഔട്ട് ആകുമ്പോഴത്തേക്ക് അത് കേസാവും. ആണോ? പിരികം മുറിച്ചാലെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഇവനാണെന്ന് അറിയാനേ. അങ്ങനെയാണ് ഒരു പിരികം മുറിക്കാം. മോനെ ഓക്കെ ചാറ്റ് ഒരു മിരികം അങ്ങനെയുണ്ട്. ഒരു മിരികം ചേട്ടാ അതിലെന്താ അഭിപ്രായം? ഒരു മിരികം അടിപൊളിയായിരിക്കും. സുനിതേച്ചിനെയും ഈ ശാന്തേച്ചിനെയും ഞാൻ പറഞ്ഞ മനസ്സിലായിക്കോട്ടെ. അഖിലേ അമലേ ശുക്കൂറ് പിന്നെ ഇവർക്ക് മാത്രം ഇത്ര കുറച്ച് പ്രിവിലേജ് ഒന്നുമില്ല. അങ്ങനെ തന്നെ ഒരികം അങ്ങനെ തന്നെ. ആരാ ഇതിന് പറഞ്ഞെടുക്കാൻ നിൽക്കുന്നത്? നീ MRC ഇല്ല. നീ ആടെ ഇരിക്കും. നിന്റെ MRC ഇത് മറ്റേ കളിപ്പാട്ട പോലെ ചെയ്യ പോലെ ഒച്ചാക്കുന്ന വന്നിട്ട് ഇടക്കിടക്ക് പുരികം ചെയ്വ് ചാറ്റ് യെസ് ഓർണോ? പുരികം ചെയ്വ് മുത്ത സെറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടാ. പിന്നെ അടുത്തതിൽ എന്താണ് എന്റെ ചെയ്യുക? സാമാന്യം ഞാൻ നോക്കിക്കോളാം. അടുത്തതിൽ എന്താ സാമാന്യം വെച്ചളയല്ല ആവേശം തന്നെ നമുക്കിവിടെ പുരികം സേവനോ സന്തോഷിക്കുന്നേ. ഇതല്ലെങ്കിൽ മുട്ട വേണ്ട. ഏതെങ്കിലും ഒരു മുട്ട വേണ്ട ആൾക്കാർ പറഞ്ഞു. രണ്ടും പറഞ്ഞ പിന്നെ എങ്ങനെ നടക്കുക? മുട്ട വേണ്ട ആൾക്കാർ പറഞ്ഞു. കേസ് ഞാൻ നോക്കിക്കോളാം. കേസ് ചെയ്യാം ബ്രോ. സൗണ്ട് കുറച്ച് കുറക്കുമ്പോ ഭയങ്കര അനോയിങ് ആണ്. പ്ലീസ്
ഈ പിരികത്തിലൊന്നും നീ ഇങ്ങനെ ഇതാവില്ല കേസ് എടുക്കല്ല. നിനക്ക് ഫോണില് സൗണ്ട് കുറച്ചാ പോരെ, അല്ലെങ്കിൽ നിന്റെ സിസ്റ്റത്തിൽ സൗണ്ട് കുറച്ചാ പോരെ മോനെ. നീ ഇവിടെ വെച്ച് സൗണ്ട് കുറക്കാൻ എന്നോട് പറയുന്നത്. നിനക്ക് ഉള്ള എല്ലാം മാന്യമായ കേസുകളാണ്. വളി കേസ്, കമ്പി കേസ് അല്ല. ഇവരെ മൊട്ട അടിക്കാം, അല്ല ഇവരെ മൊട്ട അടിക്കാം. അല്ല ഇടയ്ക്ക് പിരിക കേസ് കൂടി വേണ്ട. പ്ലീസ് ഇതൊന്ന് മാറ്റി. ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പൊന്നു മക്കളെ 2 ഓപ്ഷൻ ഉണ്ട്, മൊട്ട അടിക്കാതെ പിരികം സേവ് ചെയ്യാം. ഞാൻ ഇന്ന് ഒരു പിരികം സേവ് ചെയ്ത കേസൊന്നുമില്ല. കണ്ണ് വെച്ചു, ഈ കരടിയാവത്തല്ല കണ്ണ് വെച്ചു. അതാണ് ഇങ്ങനെ മുതലൊന്നല്ല ഷമീറ നീ. കണ്ണ് വെച്ച്. എങ്ങനെ അതാണ് എന്നാ ഞാൻ കയറും, നീ കിടക്കും, അത്രേ ഉള്ളൂ. എന്തിറക്കാന്. അല്ല കേസ് സാധാരണ അങ്ങനെ. എടാ ഇത് പിരികാതെ കേസ്. അത് പറഞ്ഞില്ല. നിനക്ക് ഒന്നാമത് കൊറേ കേസ് ഉണ്ടല്ലോ. ജയിലിൽ കയറാൻ ആളുണ്ട്, നീ പേടിക്കണ്ട. നീ എന്നെ ആലോചിച്ചിട്ട് കൊറേ വിഷമിക്കണ്ട കേട്ടോ എന്റെ പൊന്നു. എന്തിനാന്നടാ കുട്ടു കുട്ടോ ഏത് കുട്ടു? കുട്ടമ്പിള്ള കിക്ക് റാമ്പോ. കിക്ക് റാമ്പോ കാര്യം ഇവനാന്ന് ബെല്ലൊരടങ്ങാറ്. ആരാ ഷമീറിന്റെ ആരാ ഇത് മെസ്സേജ് ഇട്ടത്? ആരാ? Don't repeat the same punishment. അല്ല സെയിം അല്ല, പിരികം സെയിം അല്ലല്ലോ. ഇതില് വേറൊരു സംഭവം ഉണ്ട്. ഹെയറും പിരികും രണ്ടും ഹെയറാണ്. രണ്ടു ഹെയറാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. രണ്ടു ഹെയറാണ്. രണ്ടു ഹെയറാണ്. അതിന് ഹെയർ കളറോ? ഹെയർ കളറോ പറയുന്നത്? ഹെയർ കളറോ? കൊറേ ആള് ഹെയർ കളർ എന്ന് പറയുന്നുണ്ട്. ഹെയർ കളർ എങ്ങനെയാണ് പണിഷ്മെന്റ് ആവുന്നത്? അല്ലെങ്കിൽ പിസ്ത പച്ചയോ പിങ്കോ അടിപ്പിക്കണം. പിങ്കോ പച്ചയോ ഒരു മുടിയാക്കണം. ഷൂലും കുത്തിട്ട് എന്നെ പുറത്തേക്ക് ഇറക്കി വിട്ടെ. പൂരത്തിന് ഇവിടെ അമ്പലത്തിൽ എന്നെ പൂരത്തിന് ഇറക്കി വിട്ടെ. എന്റെ ഞാൻ ഇങ്ങനെ കളിക്കാം, പോയിട്ട് ഞാൻ ഡാൻസ് കളിക്കാം, എന്നിട്ട് പൈസ കൊടുത്തരാം. കളറാക്കിയാലോ കളറല്ല, പച്ചയോ മറ്റേ പിങ്കാന്റെ കളർ അടിപ്പിച്ചാലോ? കളറൊന്നും ഇപ്പൊ നടക്കൂല, നീ അത് ഇതിപ്പോ ചെയ്യണം. ഇപ്പൊ ഇല്ലേ കളർ മതി. കളർ ഞാൻ ഇപ്പൊ നിന്നെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കും. എന്നാ കളർ വേണ്ട, വേറെ എന്തെങ്കിലും പിടിക്കാം. വേറൊരു കാര്യം ഞാൻ ചെയ്യാം. വീടുള്ള ഫുഡ് മൊത്തം ഞാൻ തിന്നു തീർക്കാം. അങ്ങനെ എന്താ പണിഷ്മെന്റ്? അല്ലെ ക്യാപ്സി മേടിച്ച ഇങ്ങനത്തെ എന്താ പണിഷ്മെന്റ്? ഇതെന്ത് പണിഷ്മെന്റ്? പിരികം മുടി എൽ പണിഷ്മെന്റ് ചേഞ്ച് ഇട്ട് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നത്. അപ്പൊ എങ്ങനെയാ, മൊട്ടയാണോ പിരികാണോ എന്താണ് തീരുമാനിച്ചത്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടേ പറ. കളർ വേണ്ട, കളറ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടിയിട്ട് പോളിടാം. നമുക്ക് എല്ലാം കൂടിയിട്ട് പോളിടാം. ഇത് ലാസ്റ്റ് പോളാണ്, ഇത് ലാസ്റ്റ് പോളാണ്. ഇതിന് പോൾ ഇടൂല. ഇതിൽ പറയണത് ഇതിൽ പറയുന്നത് ചെയ്യുന്നതായിരിക്കും. 3 എണ്ണം ആരും ഒന്നും ചെയ്യണം. ആരും ഇത് റാംബോ ചാറ്റിനെ അനുസരിച്ചു, അതുപോലെ ഷമീറും അനുസരിക്കണം. പിന്നെ പണിഷ്മെന്റ് മൊട്ട, പിന്നെന്താ വേറെ വേറെ അങ്ങനെ പിരികം, എല്ലാരും അങ്ങനെ തന്നെ. ഇപ്പൊ എനിക്ക് വന്നാലും നീ അങ്ങനെ തന്നെ ആയിരിക്കും. കളർ പച്ച കളർ. ഓക്കെ, ഇതില് 3 സെലക്ട് ചെയ്ത് വോട്ട് ചെയ്യാം. ഇത് ലാസ്റ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. വോട്ട് 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 വോട്ട്. മൊട്ടയുടെ പിരികം ചെയ്യുന്നുണ്ട്, പച്ച കളർ ഉണ്ട്. പിരികം സേവ് മുട്ടയും വിട്ടിട്ട് ബാക്കി അന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതാ പച്ച കളറാ വരുന്നത്. പിരികം ചെയ്യുമ്പോൾ ആർക്കും വേണ്ട പച്ച കളറോ മൊട്ടയോ. മൊട്ടയാണ്. മുട്ടക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സിഡിയാ മറ്റേ ഇതാ എന്താന്ന് വേറൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയൊന്നുമില്ല. ഇത് കുറെ ആയി പോള്. ഞാൻ ഇത് ഭയങ്കര പ്രിവിലേജ് ആട്ടോ. എന്ത് പ്രിവിലേജ്? മുട്ടയില്ല, മുട്ടയില്ല. പ്ലീസ് ചാറ്റ് പറയുന്നത് എത്ര? ആകെ 58% പറയുന്നുള്ളൂ. ഭൂരിഭാഗം അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. ആകെ 58% പറയുന്നുള്ളൂ. ഞാൻ വിടൂല. എടാ വിടടാ, തുടങ്ങിക്കോ. പ്ലീസ് എടാ എന്തോ വേണം ചെയ്തോ. ഒന്നും കൂടി അവരോട് ചോദിക്കട്ടോ. സൗണ്ട് പ്ലീസ് ഗൈസ്. വേറെ കേസാകുന്ന സാധനം പിരികോ അത് പഠിച്ചോ. മുട്ട മാത്രം ചെയ്യല്ല പ്ലീസ്. അത് അത് ചെയ്യല്ല. എന്നെ കാണാൻ അണ്ണാക്കൊട്ടനെ പോലെ ഉണ്ടാവും. പ്ലീസ്, എനിക്കറിയാതെ
ബാക്കി കേട്ടാ നിനക്ക് മനസ്സിലായോ? ചാറ്റ് പറയുന്നവരെ കാണുന്നില്ലേ? പിന്നെന്തിനാ നോനോ എല്ല് കൊറേ വരുന്നുണ്ടോ? നോനോ അങ്ങനെ നിങ്ങൾക്ക് നോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആ വോട്ടൊന്ന് കുറക്കും. ഇത് 60% ആൾക്കാർ മൊട്ടാന്ന് പറയുന്നത്. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ പറയട്ടെ, മര്യാദക്ക് വന്നിട്ടില്ലെങ്കിൽ നിന്റെ കണ്ണെല്ലാം പോവും. മര്യാദക്ക് പിടിച്ചേക്ക്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് മര്യാദക്ക് പിടിച്ചോ. മര്യാദക്ക് പിടിച്ചത് കുറച്ച് ബാക്കോട്ട് മുട്ട മാത്രം അടിക്കലടാ, മുട്ട അടിക്കലടാ പ്ലീസ്. നിക്കേ മുട്ടടിക്കില്ല, വേറെ എന്തുവാണ് ചെയ്തോ പ്ലീസ്. ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുന്നൊരു തെറിയല്ല. പറയുന്നറിയല്ലേ? ഒരു മിനിറ്റ് പറയുന്നറിയല്ലേ? അപ്പൊ ഇങ്ങനെ നോക്കിയാ കൊറേ നേരം പലതിലും നോക്കേണ്ടി വരും നമ്മള്. ആവേശം നോക്കണ്ട. വേറെ ആരാണെങ്കിലും ഷമീർ എന്ത് സംഭവിച്ചാലും നിയാദോട് പറഞ്ഞാൽ നിയാദ് മനസ്സ് പോലും അലിയും. അത്രയും മനസ്സിലായി. ഓക്കെ അങ്ങനെ ശരിയാണ്. ഇവ എന്റെ 12 കൊല്ലായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇവൻ കരയുമ്പോ എനിക്ക് മനസ്സിലാവും. ശരി തന്നെയാ. പക്ഷെ റൂൾസ് എല്ലാവർക്കും ഒരുപോലെ. കഴിഞ്ഞാല് പിന്നെ നാളെ മുതൽ ആരും ഒന്നും ചെയ്യൂല. അതുപോലെ കൺഫ്യൂഷൻ എന്റെ മൈൻഡ് രണ്ടു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് പറയുന്നേക്ക്. ഞാൻ വായിച്ചെന്താ, ഇൻസ്റ്റയില് കമന്റ് എല്ലാം മറ്റേ ഇതിന്റെ താഴെ റീലിന്റെ എല്ലാം താഴെ കമന്റ് വരുന്ന സാധനം കൊറിയൻ ആ നോക്കിയിട്ട് ഇതായിരുന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് വേറെ ആ ഒരു തെറിയായിട്ടാണ് ഞാൻ പറഞ്ഞാ. തെറിയായിട്ട് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞാ. കൊറിയൻ ആ നോക്കി ഇതായി അങ്ങനെ പറഞ്ഞല്ല. അതിലെന്തിനാ ഇത്ര പണിഷ്മെന്റ്? മുട്ടയിലടിക്കാൻ മാത്രം 99% പറഞ്ഞ ആൾക്കാരൊക്കെ പൊട്ടന്മാരാ. പിരികം ചെയ്യാം. അവര് പറയുന്ന ജീവിക്കുന്നത് എന്റെ മീശ പോയപ്പോ എനിക്ക് വളരാത്ത സാധനമാണ് എനിക്ക് വളർന്നത്. മനസ്സിലായോ? എടാ അത് മീശ, ഇത് മുടിയാടാ. മുടി എന്ന് പറഞ്ഞാ അങ്ങനെ ചെറിയ കാര്യമല്ലടാ. മുടി വളരാൻ 3 മാസം എടുക്കൂടാ. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനും ചെയ്യൂലേ? ഞാൻ നിന്റെ മുടി നടക്കൂല. എല്ലാണ്ടും കൂടി എന്നാ നാറികളെ ഒപ്പരം നിന്നിട്ട് ഇങ്ങനത്തെ പരിപാടി എന്നാടാ. വിട്ട പിരികെടുക്ക പോട്ടെ. അവൻ കരയുന്ന എടാ കുറച്ചേ പോയിട്ടുള്ളൂ ഷമീറ. കുറച്ചേ പോയിട്ടുള്ളൂ. പോയി ഷമീർ അടിക്കരുത്. കാരണം ഇതെല്ലാവരും ഒരേപോലെ. നാളെ ഞാനൊന്നും ചെയ്യൂല. നിങ്ങൾ പറഞ്ഞാല് അടി അങ്ങനെയാണ്. എല്ലാം ഫുൾ അടിയാണോ? എന്റെ മീശ എടുക്കാൻ ഇവിടെ മാത്രം ചെറുങ്ങതായിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിലെല്ലാം നിർത്തണം. മൊത്തം മുട്ട അടിക്കണം. വേണ്ട ഞാൻ പറയല. പിരിക സേവ് ചെയ്യാം. ഞാൻ ഇരുന്ന പിരിക സേവ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. കേസ് ചെയ്യാൻ അപ്പൊ മുടി കുറച്ചേ പോയിട്ടുള്ളൂ. കുഴപ്പമില്ല. പിരിക സേവ് ചെയ്യാം. ഫുള്ള് സേവ് ഇല്ല കുറച്ച് മുട്ട ഓൾറെഡി ചെയ്തില്ല. ഇതെന്താ എന്നോട് മാത്രം ഇങ്ങനെ? അപ്പൊ പിരിമള ഇതാക്കണ്ട.
എന്നാ പിന്നെ മുട്ട അടിക്കട പിരിക എടുത്തു കഴിഞ്ഞാൽ ഇത് വളരൂല. പിരികെടുത്തോ എന്താന്ന് വെച്ചാൽ ഞാൻ ഇത് പറയുന്നതിലൊന്നും നടത്തൂല. ചെയ്തോ എന്താ തോന്നുന്ന വെച്ചാൽ ചെയ്തോ. എന്താ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തേന് ആയിക്കോട്ടെ. അൺഫെയർ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പഠിക്കണമല്ലോ. എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അതാ എന്റെ മെയിൻ പ്രശ്നം. ഞാൻ ഇങ്ങനെ മൈൻഡ് ആയതുകൊണ്ടാണ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്. എന്റെ കാര്യത്തിൽ നീ ഇത് നല്ല രസമുണ്ട്. അങ്ങനെയല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഞാനും ഇതേ ആഗ്രഹത്തോടു കൂടി വളർന്നു. അല്ല അങ്ങനെ ഇവരങ്ങനെ പറയുന്നത്. ഞാൻ അവിടെ പാർഷ്വാലിറ്റി കാണിക്കണമല്ലോ. നീ മാത്രം വെല്ലിയതാ, നീ എനിക്ക് മാത്രം ഭയങ്കര ഓവറല്ലടാ. ചെയ്യൂ നീ അതേപോലെ വലിയ നീ എന്താ ദൈവമാണ് നമ്മൾ ആ ചലഞ്ച് സ്പിരിറ്റിൽ മാത്രം എടുത്താൽ മതി. ഇതൊരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാം, അതെല്ലാം നല്ലത്. ഒരു തീരുമാനം പറ, അല്ലാണ്ട് ഇത് നമ്മൾ ഇങ്ങനെ എല്ലാരും എൽ സ്ട്രീം എന്ന് പറയുന്നു. ചെയ്തോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. സ്ക്രിപ്റ്റ് എൽ സ്ട്രീം വേറെ തലേപോകുന്ന സ്ക്രിപ്റ്റ് നല്ല ഡീമൻ. നിങ്ങൾക്ക് നല്ല രസമായിരിക്കില്ല ഇതല്ലോ. ഫേക്ക് ഫ്രണ്ട്സ് നിങ്ങൾ അടിയായത് അതാ ഫേക്ക് ഫ്രണ്ട്സ്. അവനാ ബസ് തുടങ്ങിയത് നോക്ക്, വെച്ച് നോക്ക്. ആരാ ബസ് റൈസ് ആയ ആരാ? അവൻ എന്റെ മീശ എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഇരുന്ന് കൊടുത്തില്ലേ? ഞാൻ എന്തെങ്കിലും അവന്റെ അടുത്ത് കാണിച്ചാ? ഞാൻ ഇതേപോലെ നിന്നെ പിടിച്ചു വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. നീ കണ്ടു കൂടുതൽ നീ പറയാതെ ഞാൻ ഇതാക്കുന്നില്ല. നിങ്ങൾ എന്താ നിങ്ങക്ക് സമാധാനമായല്ലോ. എംആസി അടിച്ച് പിരിയാൻ വേണ്ടി കാത്തുക്കുന്ന ഒരുത്തൻ. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, എന്നോട് അവിടെ മാറിയിരിക്കാൻ. എൻജോയ് ചെയ്യുന്നത് ഇവന് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നത്. ഞാനൊന്നും വേണ്ടിയിട്ടില്ല ഗൈസ്, എന്നോട് മാറിയിരിക്കാൻ പറഞ്ഞ് ഞാൻ മാറിയിരുന്നു. എൽ സ്ട്രീം പറി സ്ട്രീം എന്നെല്ലാം പറയുന്നു. ഇനി ഇതുപോലെ നീ ചലഞ്ച് എടുത്ത് എന്താ ചെയ്യാ? എടാ ഇങ്ങനെയുള്ള ചാലഞ്ചുകൾ നിങ്ങൾ തന്നിട്ട് നമ്മളെ തമ്മിൽ തല്ലിക്കല്ല കേട്ടോ. കാര്യം പറയല, നമ്മളിവിടെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയും പോകുന്നതാണ്. ഇങ്ങനെയുള്ള ഇത് തരല കേട്ടോ. ആ കാര്യം പറയാല, ഇതുവരെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു അടിയൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ എനക്കാണെങ്കിൽ ചാറ്റ് പറയുന്നത് ഇത് എനക്ക് എപ്പോ ഇങ്ങനെ ചാറ്റ് പറയുന്നതിൽ എനിക്ക് ഇങ്ങനെ പകുതി എന്റെ മൈൻഡ് ഉണ്ട്. എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റൂല, അതാണ് എന്റെ പ്രശ്നം. ഇത് എന്റെ മിസ്റ്റേക്കാണ്, എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തില്ല. ഇതെല്ലാം എന്റെ മിസ്റ്റേക്കാണ്, ഇത് എന്റെ മിസ്റ്റേക്കാണ്. വേണ്ട ബസ് കട്ട് അടി, പിന്നെ ബിഗ് ബോസ് മാറ്റി ബിഗ് ഗെയിമർ കൊണ്ടുപോകാനാ. മുടികത്തൊരു വെട്ട് കൊടുത്താൽ മതി. വെട്ട് കൊടുത്താൽ ഇനിയിപ്പോ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ലൈവ് എൻഡ് ചെയ്തിട്ട് പോകാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് മൊത്തം എന്തെല്ലോ ആയി. ഈ വീട്ടിൽ ഇതുവരെ ഒരു അടി നടന്നിട്ടില്ല, ഒരു പ്രോപ്പറായി സീരിയസ് ആയിട്ട് ഒരു അടി ഇതുവരെ നടന്നിട്ടില്ല. ചാറ്റ് കാരണം ഇന്നാണ് നടന്നത്, അത് ഓർക്കണം. വക്കീലിനെ വിളിച്ച് തീരുമാനിക്കുന്നത്. വക്കീല് വരലില്ലേ ഇപ്പൊ? ഇന്നലെ വന്നോ? ഇല്ല, 2-3 ദിവസം മുന്നല്ല വന്നേ. റാമോ മൊട്ടയടിക്കുക. റാമോ ഇന്നലെ തെറി വിളിച്ചു. ഡിസ്കോഡിലുണ്ട്. എൽ ജസ്റ്റിസ് ഫോർ ഷമീർ. കുക്കിന്റെ ഹെയറാണ് ആദ്യം വെട്ടേണ്ടത്. നമ്മളൊന്നിനുമില്ലേ. എൻഡ് സ്ട്രീം ബൈ എൽ ജാസി ഹെയർ കട്ട്. മൊത്തം സൈലന്റ് ആയാലും മൊത്തത്തിലൂടെ സൈലന്റ് ആയിട്ട് ഇതേപോലത്തെ ആദ്യമായിട്ടുണ്ടാകുന്നത്. ഇത് എല്ലാരും നമ്മളെ സ്പീക്കർ ഇട്ടാ പോലെ ചൂടായിട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ? ജസ്റ്റിസ് ഫോർ റാംബോ. ഒന്നും പറയാൻ പറ്റില്ല. ഇവന്റെ ഭാഗത്തുണ്ട്, ഓന്റെ ഭാഗത്തുണ്ട്. തൊപ്പി അൺഫെയർ ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിൽ തീരുമാനം എടുക്കുന്നില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചാറ്റ് നോക്കി ചെയ്യും. ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല. മീശ അത്ര വലിയൊരു കാര്യമില്ല. ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. എന്റെ മീശ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ നിൽക്കും. മീശ പോലെ എല്ലാം മുടി എന്ന് പറഞ്ഞാല് എടാ ഒരാളെ ഇതെല്ലാം മുടി എന്ന് പറഞ്ഞാൽ അത്രയും. ഞാൻ എന്റെ മുടി അങ്ങനെ ഞാൻ കാണുന്നത് 3 മുട്ട